ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് സാത്താൻ വളരെയധികം ഭയക്കുന്ന അതിശക്തമായ 3 പ്രാർത്ഥനകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തിന്മയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ബെനഡിക്റ്റൻ പ്രാർത്ഥന. അതുപോലെ ബെനഡിക്റ്റിൻ്റെ കാശരൂപവും വലിയ ശക്തികേന്ദ്രമാണ്. 11-ാം നൂറ്റാണ്ടിൽ പോപ്പ് ലിയോ 9 ആദ്യമായി ബെനഡിക്റ്റൻ മെഡൽ ധരിച്ചത്. സർപ്പദംശനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അദ്ദേഹം അത് ധരിച്ചു തുടങ്ങിയത്. അതുപോലെ ബെനഡിക്റ്റിൻ കാശരൂപം ഭൂതോച്ചാടന പ്രാർത്ഥനകളിൽ ഉപയോഗിക്കാറുമുണ്ട്. വെഞ്ചരിച്ച ബെനഡിക്റ്റിൻ കാശരൂപങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതും കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മണ്ണിൽ കുഴിച്ചിടുന്നതും വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. വിശുദ്ധ ബെനഡിക്റ്റിനെ സന്യാസിമാർ തന്നെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ അദ്ദേഹം ചൊല്ലിയത് ഈ പ്രാർത്ഥനയായിരുന്നു: സാത്താനെ, ദൂരെ പോകൂ, നിന്റെ ആഡംബരങ്ങൾ കൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കരുത്. നീ വാഗ്ദാനം ചെയ്യുന്നതെന്തും എനിക്ക് തിന്മയായിരിക്കും. ഈ വിഷം നീ തന്നെ കുടിക്കുക. സാത്താൻ പല പല മായിക പ്രലോഭനങ്ങളും നമുക്ക് നേരെ വച്ചു നീട്ടുമ്പോൾ നമുക്കും ഈ പ്രാർത്ഥന ചൊല്ലാം. സാത്താൻ അപ്പോൾ തന്നെ നമ്മെ വിട്ടുപോയിക്കൊള്ളും. ഈ കൊച്ചു പ്രാർത്ഥന ദിവസത്തിൽ പലതവണ നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നീട് തിന്മയ്ക്ക് നിങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മുടെ മക്കളെയൊക്കെ സാത്താൻ്റെ വലയിൽ നിന്ന് രക്ഷിക്കാൻ ഈ പ്രാർത്ഥന നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാവുന്നതാണ്: സാത്താനെ, ദൂരെ പോകൂ, നിന്റെ ആഡംബരങ്ങൾ കൊണ്ട് എൻ്റെ മക്കളെ പ്രലോഭിപ്പിക്കാൻ നോക്കരുത്. നീ വാഗ്ദാനം ചെയ്യുന്നതെന്തും എൻ്റെ മക്കൾക്ക് തിന്മയായിരിക്കും. ഈ വിഷം നീ തന്നെ കുടിക്കുക. ആർക്കു വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പേര് പറഞ്ഞും നമുക്ക് ഈ പ്രാർത്ഥന ഇപ്രകാരം പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവിധ ആത്മീയവും ഭൗതികവുമായ സംരക്ഷണത്തിനായി വിശുദ്ധ ബെനഡിക്റ്റിനോടുള്ള മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: വിശുദ്ധ ബെനഡിക്റ്റ്, നിന്റെ സംരക്ഷണ വലയത്തിൽ എന്നെ നിർത്തണമേ. നിന്റെ കുരിശിലൂടെ എന്നിൽ നിന്ന് എല്ലാ ഇരുണ്ട ശക്തികളെയും അകറ്റണമേ. നമുക്കൊന്നുകൂടെ പ്രാർത്ഥിക്കാം: വിശുദ്ധ ബെനഡിക്റ്റ്, നിന്റെ സംരക്ഷണ വലയത്തിൽ എന്നെ നിർത്തണമേ. നിന്റെ കുരിശിലൂടെ എന്നിൽ നിന്ന് എല്ലാ ഇരുണ്ട ശക്തികളെയും അകറ്റണമേ. ഇനി വിശുദ്ധ ബെനഡിക്റ്റിനോട് മാധ്യസ്ഥ്യം തേടിയുള്ള മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അതും അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ്: സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഓടിയകന്ന് പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ജീവിതം നയിച്ച വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെ പാപങ്ങളെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മധ്യസ്ഥത വഴി സാത്താൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം. ഈ സമയം നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. തരണമേ എന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അതുപോലെ തന്നെ വിശുദ്ധ ബെനഡിക്റ്റ് മെഡലിൽ ലാറ്റിൻ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതൊരു സംരക്ഷണ മന്ത്രമായി നമുക്ക് ചൊല്ലിക്കൊണ്ട് നടക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്: വിശുദ്ധ കുരിശ് എനിക്ക് വെളിച്ചമായിരിക്കട്ടെ. സാത്താൻ എനിക്ക് വഴികാട്ടിയാകരുത്. സാത്താനെ, ദൂരെ പോകൂ, നിന്റെ അഹംഭാവം കൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കരുത്. നീ നൽകുന്നത് തിന്മയാണ്. ഈ വിഷം നീ തന്നെ കുടിക്കുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ഈ പ്രാർത്ഥനകളെല്ലാം അതിശക്തമായ പ്രാർത്ഥനകളാണ്. തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകാൻ ഈ പ്രാർത്ഥനകൾ ഏറെ സഹായിക്കും.